ഇനി നമുക്ക് 86-ലെ പുള്ളിയുടെ മെയിൻ വർഷത്തിലേക്ക് നമുക്ക് ഇനി കിടക്കാം. 86-ലെ മെയിൻ വർഷം കിടക്കുകയാണെങ്കിൽ നമുക്ക് മഴ പെയ്യുന്നു മുതലും കിട്ടുന്നു പ്രിയദർശൻ്റെ സിനിമയുണ്ട്. തുടക്കം ആദ്യത്തെ സിനിമകളിലൊന്ന് റിലീസായത് പപ്പൻ പ്രിയപ്പെട്ട പപ്പനാണ് ആദ്യം റിലീസായ സിനിമ സത്യനിധിക്കാരൻ്റെ. പിന്നെ മഴ പെയ്യുന്നു മുതലും കിട്ടുന്നു. അതിലിപ്പോൾ തുമ്പി മഞ്ചൽ കയറിവ, പിന്നെ ധനുമാസ കുളിര് ജയചന്ദ്രൻ്റെ ഒരു തുമ്പി എം ജി ശ്രീകുമാർ, അത് എം ജി ശ്രീകുമാർ. മറ്റേത് ധനുമാസ കുളിരല അങ്ങനെ ഒരു പാട്ട്, ധനുമാസ കുളിരല ജോഡി എന്ന് പറഞ്ഞൊരു അതും ജയചന്ദ്രൻ സാറിന്റെ ഒരു പാട്ട് വരെയാണ് അതിനകത്തല്ലേ, വളരെ റയറായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് 86-ലെ പ്രിയദർശൻ്റെ തന്നെ വീണ്ടും പോവുകയാണെങ്കിൽ ഹലോ മൈ ഡിയർ റോങ് നമ്പർ, നീ എനിക്കിനാവോ ആ പാട്ട്, നീയോ നിലാവോ നാദം തുളുമ്പും പൂന്തേൻ കുഴമ്പോ, അത് അടുത്തത് നല്ല സ്പീഡിലുള്ള വരികളും അതായിട്ടുള്ള. എനിക്ക് ഈ വരികളെ പെട്ടെന്ന് ചിലപ്പോൾ ഈ പാടുന്ന ലിറിക്സ് വാക്കുകൾ തെറ്റുന്നുണ്ടാവും. രമേശൻ നായരാണ് ഗാനരചന, രഘുമാർ, രമേശൻ നായർ. എനിക്ക് തോന്നുന്നു 86 വിഷു കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയായിട്ടാണ് എൻ്റെ ഓർമ്മ. കുറേ ഫോണെല്ലാം വെച്ചിട്ട് കുറേ ഫോണൊക്കെ വെച്ച് അന്ന് പ്രിയദർശൻ ഇങ്ങനെ ഈ പടത്തിലൂടെ തുടങ്ങിയതാണ്. കുറേ ഐറ്റംസ് എന്തെങ്കിലും താളവട്ടത്തിലാണെങ്കിൽ വലിയ സിറിഞ്ച്, അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലും പ്രത്യേകതകൾ പുള്ളി പാട്ടിൽ കൊണ്ടുവരാൻ നോക്കും. ഇപ്പം താളവട്ടത്തിൽ അങ്ങനെ 1-2 സീനുകളുണ്ട്. പത്മരാജൻ്റെ 3 സിനിമകളുണ്ട്. ഒന്ന് ദേശാടനക്കിളി കരയാറില്ല, പൂ വേണു പൂ, അങ്ങനെ രവീന്ദ്രൻ്റെ പാട്ടാണ് വാനമ്പാടി. ONV വരികൾക്ക് രവീന്ദ്രനാണ്. അതെ, വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി, ഒരു കാടെല്ലാം പൂത്തും മതകര രവീന്ദ്രമാഷ പാട്ടിനൊരു പ്രത്യേക രസമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണും. അതെ അതെ അതെ, അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു പ്രത്യേകത പുള്ളിക്കുണ്ട് ഈ വക പാട്ടുകൾ. പിന്നെ കരിയിലക്കാറ്റ് പോലെ അതിൽ പാട്ടില്ല. അതിലും മമ്മൂക്കയുണ്ട്, റഹ്മാനുണ്ട്, ലാലേട്ടനുണ്ട്. അതിൽ പാട്ടുകളില്ല. പിന്നെ നമുക്ക് പത്മരാജൻ്റെ വേറെ സിനിമയുണ്ട്, തൂവാനത്തുമ്പികൾ 87-ലാണ്. ഇത് നമുക്ക് ഓർക്കാം ദുരിതപ്പുകൾ. ഇത് ഏകദേശം ഒരു ഓണക്കാലത്ത് ഇറങ്ങിയ സിനിമയാണത് 86-ൽ. നമ്മളിപ്പോൾ തുടങ്ങി മഴ പെയ്തു മുതലും കിട്ടുന്ന ജാനുവരിയിൽ, നമ്മളിപ്പോൾ നേരെ എത്തിയേക്കണ ഓണത്തിലേക്കാണ്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡറിലൊന്നല്ല ഈ പറഞ്ഞു പോകുന്നത്. നമുക്ക് ഏതാണ് ഇപ്പോൾ മനസ്സിൽ പെട്ടെന്ന് 86-ൽ പറയുമ്പോൾ വരുന്നത് അത് പറഞ്ഞു പോകും. അതെ, നമുക്ക് ഓർക്കാം മുന്തിരിത്തോപ്പുകളിൽ പാട്ടുകളെല്ലാം. അതിൽ പാട്ടുകൾ മാത്രമല്ല, ഒരു BGM നമ്മൾ അത്രമാത്രം ജോൺസൺ മാഷ് അതായത് ഒരു ആ BGM 86-ൽ ഇറങ്ങിയ സിനിമയുടെ BGM ഇപ്പോഴും ടോണും മറ്റ് റീൽസിനായാലും അത്ര മനോഹരമായിട്ടുള്ളൊരു BGM വേറെ ഇത്രയും രസകരമായിട്ട് ജോൺസൺ മാസ്റ്ററാണ് ആ ഒരു ട്രെൻഡിന് തുടക്കം ഇട്ടത്. അതെ അതെ, അത് പത്മനാഭൻ സാറിൻ്റെ പാട്ട് സിനിമയിലൂടെയാണ് ഇത് വരുന്നത്. ആ ടൈറ്റിൽ തന്നെയാണ് അതിൽ ടാങ്കർ ലോറിയിൽ ടൈറ്റിൽ കാണിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ടൈമിലാണ് ഈ ഒരു BGM ഉള്ളത്. ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോൽ വരൂ. നമ്മളും ആ പാട്ടിലൂടെയാണ് മൈസൂരൊക്കെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. ആ പാട്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്തു, നല്ല രസീം പാട്ടാണ്. ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോൽ വരൂ, പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ, ആകാശമാകെ. ഉഗ്രം പാട്ടാണ്. ONV. അതെ, ONV ആണ്. അതിനകത്ത് വേറൊരു അതിലൊരു പാട്ട് കൂടി ഉണ്ട്, പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. അതും ഒരു രക്ഷയില്ലാത്ത പാട്ട് രണ്ടും. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഇറങ്ങിയ വേണുനാവള്ളിയുടെ ഒരു സിനിമയുണ്ട്, പക്ഷെ ലാലേട്ടൻ അതിൽ പാട്ടില്ല. പക്ഷെ ഗംഭീര മലയാള സിനിമയിലെ ഏറ്റവും നല്ല പാട്ടുകൾ സുമോ ദേവി. പിന്നെ നമ്മളിപ്പോൾ ഓണത്തിലേക്ക് എത്തിയത് പെട്ടെന്ന് ഓർമ്മ വന്നത് സത്യനന്ദിക്കാടിൻ്റെ 5 പടം ആ വർഷം ലാലേട്ടനെ വെച്ച് ചെയ്തിട്ടുണ്ട് 86-ൽ. പുള്ളിയുടെ കരിയറിൽ പുള്ളി ഇതുവരെ 5 സിനിമ ഒരു സിനിമയിലും ചെയ്തിട്ടില്ല. എങ്ങനെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, TP ബാലഗോപാലിന് എം എ. ലാലേട്ടൻ ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് TP ബാലഗോപാലിന് എം എ. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഗാന്ധിക്ക് ഒരു പാവക്കുട്ടി, 5ാമത്തെ സിനിമ സന്മാനസുള്ളവർക്ക് സമാധാനം. അപ്പോൾ നമുക്ക് ഗാന്ധിനഗറിൽ ഗംഭീര പാട്ടുള്ളതല്ലേ. അതെ അതെ അതെ, തുടർക്കിനാക്കളിൽ വരികൾ. അതിൽ ബിച്ചു തിരുമല, ഓർമ്മയിലൊരു ശിശിരം ഓമനിക്കാനൊരു ശിശിരം, അത് ഉണ്ണിമേനൻ പാടിയതാണ്. അതെ, ഞാൻ ആദ്യകാലത്ത് വിചാരിച്ചിരുന്ന ഈ പാട്ട് യേശുദാസ് പാടിയെന്നാണ്. അത്ര രസമായിട്ടാണ് ആ പാട്ട് പാടി. ഇപ്പോൾ ജൂലൈ 1
ഒറ്റ വീക്കിലാണ് ഗാന്ധിനഗർ ഇറങ്ങുന്നത്. ഗാന്ധിനഗറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ ടീം എന്ന് പറഞ്ഞാൽ ലാലേട്ടനും അവരൊരു കാസിനോ എന്ന് പറഞ്ഞിട്ടൊരു ബാനർ ഉണ്ടായിരുന്നു. ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്, IVCC, സീമ, സെഞ്ചുറി, കൊച്ചുമോൻ, ഈ 5 പേരും കൂടി ചേർന്ന ഒരു ബാനറാണ് കാസിനോ. അവർ ആദ്യമായിട്ട് എടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ അടിയൊഴുക്കുകളാണ്. മമ്മൂട്ടിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ 84 ഡിസംബറിൽ ഇറങ്ങിയ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് 85 അവർ കരിമ്പിൻ പൂവിനക്കരെ എടുത്തു. പത്മരാജൻ്റെ തിരക്കഥയിൽ IVCC ചെയ്ത ലാലേട്ടൻ ഇത്തിരി ഒരു നേറ്റീവ് റോള് ചെയ്തൊരു സിനിമ. പിന്നെ ഇവർ എടുക്കുന്നതാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് കാസിനോ. അത് കഴിഞ്ഞിട്ട് ഒരം കൂടി എടുത്തിട്ടുണ്ട്. ഗാന്ധിനഗർ കഴിഞ്ഞിട്ട് അവർ ഇതേ ടീമിനെ വെച്ചിട്ട് വേറൊരു സിനിമ കൂടി നാടോടിക്കാറ്റ് 87 ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് ഈ സിനിമ റിലീസായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ജൂലൈ 17 വരുന്ന സിനിമ ഏതാണെന്നറിയോ? ജൂലൈ 4-നോ 3-നോ എന്തോ ആണ് ഗാന്ധിനഗർ ഇറങ്ങുന്നത്. പിന്നെ വരുന്നത് ലാലേട്ടൻ്റെ തലവര മാറ്റിമറിച്ച സിനിമയാണ് രാജാവിൻ്റെ മകൻ. മറ്റേ അതിലല്ലേ ഉണ്ണിമേനോന്റെ ഒരു പാട്ട്, ഉണ്ണിമേനോൻ. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതം. അത് ബമ്പർ ഹിറ്റായിരുന്നു. അല്ല, അതെന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, നമ്മളെ മലയാള സിനിമ ബോക്സ് ഓഫീസിനെ മാറ്റിമറിച്ച ഒരു നടൻ്റെ സിനിമ കാണാൻ വേണ്ടി ആളുകൾ ഇടിച്ച് തിയേറ്ററിലേക്ക് വരിക. ടിക്കറ്റ് കിട്ടാത്തവർ അടുത്ത ഷോക്ക് വേണ്ടി തിയേറ്റർ പുറത്ത് കാത്തു നിൽക്കുക. ഈ ഒരു ലാലേട്ടന് മുമ്പ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം അടുത്ത ഷോക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് 86 ലാലേട്ടൻ സ്റ്റാർ ആയപ്പോൾ തുടങ്ങിയ ഒരു പ്രതിഭാസമാണ്. അതിനു മുമ്പ് ജയൻ കുറച്ച് നാൾ സൂപ്പർ സ്റ്റാർ ആയിരുന്നു, നല്ല ഇനീഷ്യൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലാലേട്ടനിലൂടെയാണ് അടുത്ത ഷോക്ക് ഒരു തലമുറ അങ്ങോട്ട് ഇടിച്ചു കയറി തുടങ്ങിയത്. രാജാവിൻ്റെ മകൻ ONV, പിന്നെ K. മധു അല്ലേ ഡയറക്ടർ? അല്ലല്ല, തമ്പി ഗണന്താനം. അത് കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. പുള്ളി അത് പ്ലാൻ ചെയ്തത് മമ്മൂക്കാനെ വെച്ചായിരുന്നു. മമ്മൂക്കയും പുള്ളിയും കൂടി എന്തോ ഒരു ഈഗോ ക്ലാഷ്. അപ്പോൾ പുള്ളിനെ വെല്ലുവിളിച്ച് ഞാനിത് മറ്റവനെ വെച്ച് ചെയ്യും. ഇത് നമുക്ക് കേട്ടറിവല്ല. ഡെന്നീസ് ജോസഫ് ആ കാലഘട്ടത്തിൽ മാഗസീൻസിൽ വന്നിരുന്നു, ഞാനിലേക്ക്. അതല്ലാതെ ഡെന്നീസ് ജോസഫ് സഞ്ചാരി ചാനലിലും കൊടുത്ത ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി പോയി വെല്ലുവിളിച്ചു, ഇത് ഞാൻ മറ്റവനെ വെച്ച് ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ അവനായിരിക്കും മലയാള സിനിമ ഭരിക്കാന്നുള്ള രീതിയിൽ വെല്ലുവിളിച്ചൊക്കെ ചെയ്ത് പുള്ളിയുടെ സ്വന്തം പറമ്പൊക്കെ വിട്ടിട്ട് അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് തമ്പി ഗണന്താനം, രാജാവിൻ്റെ മകൻ. ആ രാജാവിൻ്റെ മകൻ, ആ പേര് പോലെ തന്നെ ഒരു മലയാള സിനിമയുടെ ഒരു പ്രിൻസ് തന്നെ ആയല്ലോ ആ സിനിമയുടെ തുടക്കം. ONV, പിന്നെ ആ കഥാപാത്രത്തിന്റെ പേര് വിൻസെന്റ് ഗോമസ്. എനിക്ക് രണ്ടും കൂടി ഈ സാഗർ ഏലിയസ് ജാക്കി അത് 87. പിന്നെ അതിലൊരു വേറെ പ്രത്യേകത കൊണ്ടുണ്ട്, നമ്മളെ മലയാളത്തിലെ ഒരു അടിപൊളി സംഗീത സംവിധാനം കൂടി നമുക്ക് കിട്ടിയ സിനിമയാണ് രാജാവിൻ്റെ മകൻ. SP വെങ്കടേഷ്. അതെ തീർച്ചയായും ഒരുപാട് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ആരും പറയാറില്ല അധികം. BGMO അതിഗംഭീര BGM അല്ലേ പുള്ളി തന്നിട്ടുള്ളത്. എനിക്ക് തമിഴ് നാട്ടിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും ആദ്യം കൂടുതൽ പൊക്കി അതെ. ഉഗ്രം പാട്ടുകളാണ് എല്ലാം, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോകാവുന്നത് വാർത്ത എന്നും പറഞ്ഞിട്ട് അതിഗംഭീര സിനിമയുണ്ട്. ഇത് IVCC, ടി ദാമോദരൻ, PV ഗംഗാധരനാണ് പ്രൊഡ്യൂസർ, ഗൃഹലക്ഷ്മി അറിയാലോ, AT ഉമ്മറാണ് ഇതിൻ്റെ സംഗീതം. ഒറ്റ പാട്ടുകളുടെ ആ സിനിമയിൽ. മമ്മൂട്ടിയാണ് നായകൻ, മോഹൻലാലിന് പരവൾ വാസം എന്ന് പറഞ്ഞ ചെറിയൊരു കഥാപാത്രം, റഹ്മാനുണ്ട്, സെയിമുണ്ട്, നളിനിയുണ്ട്. അങ്ങനെ ഒരു വലിയ താരനിരയുള്ള വില്ലന്മാരൊക്കെ, ഒരു ലോഡ് വില്ലന്മാരുണ്ട് ആ സിനിമയിൽ. ഗംഭീര സിനിമയായിരുന്നു ആ കാലഘട്ടത്തിൽ. 86 നന്നായിട്ട് ഓടിയ സിനിമകളിലൊന്നും കൂടിയാണ്. അതിലൊരു ഒറ്റ പാട്ടേ ഉള്ളൂ, ഇന്നാലേകൾ ഇതുവഴിയേ പോയി നൊമ്പരമായി പുഞ്ചിരിയും പോയി. അങ്ങനെ ഒരു പാട്ട്. കുതിരട്ടമ്പപ്പൂവാണ് അത് പാടി അഭിനയിക്കുന്നത്. പശ്ചാത്തലത്തിൽ ലാലേട്ടനുണ്ട്, നമ്മുടെ വേണുനാഗവള്ളിയുണ്ട്, പിന്നെ കുഞ്ഞാണ്ടി എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ അച്ഛൻ കഥാപാത്രം ചെയ്യുന്ന പുള്ളിയും കൂടി ഇരുന്നിട്ടുള്ളൊരു കുതിരട്ടമ്പപ്പൂ പാടി അഭിനയിക്കുന്ന. എനിക്ക് തോന്നുന്നു കുതിരട്ടമ്പപ്പൂ പാടി അഭിനയിച്ചിട്ട് ലാലേട്ടൻ പശ്ചാത്തലത്തിൽ വരുന്ന ചിലപ്പോൾ ഒരേ ഒരു പാട്ടായിരിക്കും അത്. അതെ, അത് നല്ല പാട്ടാണ് ദാസർ പാടിയത്. പിന്നെ ആ കൊല്ലം ശശികുമാറിൻ്റെ ഒരു 86 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണം. കാരണം 86 പുള്ളിയുടെ 34 സിനിമകളിലാണ് ചെയ്തിട്ടുള്ളത്. 34 അതിലൊരു 25 മേലെ സൂപ്പർ ഹിറ്റാണ്. ചിലപ്പോൾ ഒരു നടനും ഒരു വർഷം ഇത്ര വർഷം ചെയ്ത് 34 സിനിമകൾ മമ്മൂട്ടിയും ചെയ്തിട്ടുണ്ട് 86. പക്ഷെ പുള്ളിക്ക് മോശം വർഷമായിരുന്നു. പുള്ളിക്ക് ഒരു ആവനാഴി ഒഴിച്ച് ബാക്കിയെല്ലാം വാർത്ത, ആവനാഴി, പിന്നെ ഒരു സ്നേഹമുള്ള സിംഹം, അങ്ങനെ ഒരു 3-4 സിനിമകൾ നന്നായിട്ട് പോയുള്ളൂ. ഇപ്പോൾ ശശികുമാറിൻ്റെ 5 സിനിമകളുണ്ടായിരുന്നു. ഇനിയും കുരുക്ഷേത്രം,
മനസ്സിലൊരു മണിമുത്ത്, കുഞ്ഞാറ്റക്കിളികൾ, ശോഭരാജ്, എൻ്റെ മാത്രം. അതിൽ കുഞ്ഞാറ്റക്കിളികളിൽ ലാലേട്ടൻ ഇല്ലാത്ത ശോഭന പാടി അഭിനയിച്ചൊരു മികച്ച പാട്ടുണ്ട്. ഏതാണ്? ആകാശഗംഗ ആകാശഗംഗ തീരത്തിനപ്പുറം ആയിരം വെണ്ണക്കൽ മണ്ഡപം. അത് എ ജെ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഒരു, എനിക്ക് തോന്നുന്ന ഒരു ഫാദറാണ് അതിൻ്റെ, പുള്ളിയാണ് മറ്റേ ഇത് ചെയ്തിട്ടുള്ളത് എൻ്റെ ഓർമ്മ, യഹൂദിയായിലെ. മനസ്സിലായി. പുള്ളി എ ജെ ജോസഫോ അങ്ങനെ എന്തോട് പേരെന്ന് എനിക്ക് തോന്നുന്നു. കെ ജയകുമാറാണ് അതിൻ്റെ ഗാനരചന, നമ്മളെ IAS ഓഫീസർ, വടക്കൻ വീരാതൊക്കെ പുള്ളി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരുണ്ടാവിൽ പാർത്തിരുന്നൊരു യജപാലക നാനാനം കേട്ടു ആമോദമാ. നമ്മൾ ലാലേട്ടൻ പാട്ടുകൾ ആ സംഗീത സംവിധാനം പറഞ്ഞപ്പോൾ ഈ ഒരു മനോഹരമായിട്ട് പാട്ട് പാടിയില്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്ത്യൻ സോങ്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും കാനായിലെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, കാനായിലെ. അത് ഈ അടുത്ത സമയത്തുള്ളതാണ്. കാരണം സാധനം ക്രിസ്ത്യൻ സോങ്സ് അല്ലേ, എനിക്ക് ഏകദേശം എല്ലാം ഒരു ട്യൂൺ പോലാണ് തോന്നുന്നത്. ഈ ഒരു സംഗീത പരാമർശിച്ചുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കത്തിയത്. ഇത് യഹൂദിയായിലെ പുള്ളി ചെയ്ത ഫാദർ ആണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. എനിക്ക് 100% ഉറപ്പില്ല അതിൽ. ആണ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഞാൻ എ ജെ ജോസഫോ അങ്ങനെ എന്തോ ആണ്. പിന്നെ നമുക്ക് ഇപ്പോൾ 86 സിനിമകൾ ഇനിയും ഇഷ്ടം പോലെ കിടക്കുകയാണ്. പാട്ടുകളുള്ള സിനിമ ഒന്ന് എൻ്റെ നാട്ടുകാരൻ, ഞാൻ ആദ്യമായിട്ട് കണ്ട സംവിധായകൻ, എൻ്റെ സെയിം പഞ്ചായത്തുകാരൻ, അതാണ് കമൽ. കമലിന്റെ എൻ്റെ കൊടുങ്ങല്ലൂർക്കാരൻ, അല്ലെങ്കിൽ ഞങ്ങളെ എറിയാട്ടുകാരൻ എന്ന് പറയും. ഞങ്ങൾ ലോക്കൽ ഫസ്റ്റ് പടമല്ലേ മിഴുനീർ പൂവുകൾ, പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം. അതിൽ ചന്ദ്രകിരണത്തിൻ ചന്ദനമൊണ്ണും ചകോര യുവമിഥുനങ്ങൾ അവയുടെ മൗനത്തിൽ കൂടണയും അനുപമ സ്നേഹത്തിൻ അർത്ഥങ്ങൾ അന്തരാർത്ഥങ്ങൾ. ഉഗ്രം പാട്ടാണ്. കാരണം അതിന്റെ അർജുന മാഷാണ്, ദാമോദരനാണ്. രേവതി എന്നൊരു രാഗമാണ്. രേവതി ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രേവതി രാഗത്തിൽ കുറച്ച് പാട്ടുകൾ എല്ലാം സൂപ്പർ ഹിറ്റ്. അത് 86 ജൂണിൽ എന്ന് പറയുന്ന ഒരു സിനിമയാണ്, പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടില്ല. ലാലേട്ടൻ ഇത്തിരി അന്ന് വില്ലനൊക്കെ മാറിക്കഴിഞ്ഞിട്ട്, വില്ലൻ ഇമേജൊക്കെ മാറിക്കഴിഞ്ഞിട്ട് പുള്ളി ചെയ്ത ഇത്തിരി നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ് ഇതിലെ മിഴുനീർ പൂവുകളുടെ ക്യാരക്ടർ. നെടുമുടി വേണുവും ഉർവശിയും ഒക്കെ ആയിട്ടുള്ള ലിസിയാണ് ഈ പാട്ടിലുള്ളത്. അതെ. ആ പാട്ടിൽ മൊത്തം ആ കാലഘട്ടത്തിലെ എറണാകുളം സിറ്റി മൊത്തം കാണാം ആ പാട്ട്. അതെ, ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുണ്ട് ഈ പാട്ട്. ഇപ്പം അത് പെട്ടെന്ന് നന്നായിട്ട് പാടാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. എന്നാൽ ഈ രാഗം എനിക്ക് ഭയങ്കര കൂടജാദ്രിയിൽ അത് ഈ രാഗമാണ്. അതെ. ശ്രീലതികകൾ അതെല്ലാം ഈ രേവതി രാഗം. കീർത്തനം മഹാദേവ ശിവശം എല്ലാം ഈ രാഗത്തിൽ വരുന്നതാണ്. ഭയങ്കര ഫീലാണ്. അതെ. അപ്പോൾ കമലിൻ്റെ സിനിമ കഴിഞ്ഞാൽ പിന്നെ പുള്ളി അഭിനയിച്ചൊരു സിനിമയുണ്ട്, പക്ഷെ പുള്ളി പാട്ടുകളിലൊന്നുമില്ല. ഗംഭീര പാട്ടുള്ളൊരു സിനിമയുണ്ട്, 1 മുതൽ 0 വരെ. മോഹൻ സിത്താരയുടെ അരങ്ങേറ്റമായിരുന്നു. അതെ. വേണുഗോപാലിൻ്റെ അരങ്ങേറ്റമായിരുന്നു. രഘുനാഥ് പലേരി പുള്ളിയുടെ ഫസ്റ്റ് ഫിലിമാണ്. ഈ മഞ്ഞിലൊടിഞ്ഞ പൂക്കൾ പറഞ്ഞ പോലെയാണ്. നവോദയ എന്ന് പറഞ്ഞ വലിയൊരു ബാനർ, അതിൻ്റെ ഒപ്പം പുതുമുഖ. ലാലേട്ടൻ്റെ ഒരു ശബ്ദം ഉടനീളം ഉണ്ടെങ്കിലും ആ ക്ലൈമാക്സിലെ 10 മിനിറ്റിലേ വരുന്നുള്ളൂ. ആ ടെലിഫോൺ അങ്കിൾ എന്നുള്ളത് അതിലും അതിമനോഹരമായിട്ടുള്ള പാട്ടുകളുള്ളതാണ്. ഇല്ല ലാലേട്ടനില്ല. പക്ഷെ അത് മാത്രമല്ല, മോഹൻ സിത്താര ഫസ്റ്റ് മൂവി BGM എന്തതിൻ്റെ അതിഗംഭീര BGM-ആണ്. പിന്നെ നമുക്ക് ശ്രീകുമാരൻ തമ്പിയുടെ യുവജനോത്സവമുണ്ട്. യുവജനോത്സവത്തിലെ 2 പാട്ടില്ലേ, ഒന്ന് എന്നുമിൻ്റെ ഒന്നും, പിന്നെ നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം, പാടിപ്പതിഞ്ഞ ഗാനം, പ്രാണനൊരുകും ഗാനം. അത് ഉർവശി അല്ലേ, വിഷ്വലിൽ വരുന്ന. പിന്നെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ. ലാലേട്ടൻ സ്റ്റേജിൽ ഉർവശിയുടെ ബ്രദറാണ് പാടി അഭിനയിക്കുന്നത്. സ്റ്റേജിൽ ലാലേട്ടനും കുറച്ച് ടീം രാജു ഒക്കെ കൂടിയിരിക്കുന്നവർ. അത് ആ പാട്ട് പക്ഷേ ഭയങ്കര ഹിറ്റാണ്. ഈ റിയാലിറ്റി ഷോയിലൊക്കെ പാടുന്ന പാട്ടാണ് ഇന്നും എന്നെ കണ്ണുനീര്. എല്ലാവരും പിന്നെ നമുക്ക് നേരെ അടുത്ത സിനിമയിലേക്ക് പോകാം. പഞ്ചാഗ്നി ONV, ബോംബെ രവി. സാഗരങ്ങളെ പാടി
ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര അമ്മയുടെ ഫേവറേറ്റ് സോങ്ങാണ്. പാട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ. അത് ഭയങ്കര വിജയമായിരുന്നു സിനിമ. എറണാകുളം സരിത കോംപ്ലക്സിൽ 200 ദിവസം ഓടിയിരുന്നു സിനിമ. അത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സിനിമ ഭയങ്കരമായിട്ട് വിജയിച്ചു. എനിക്കൊന്ന് മീശയില്ലാതെ നമ്മൾ കാണുന്ന ആ സിനിമയ്ക്ക് മീശയില്ല. ആ ടൈമിൽ തന്നെയാണ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ മീശ പിടിച്ചൊരു സമയമായിരുന്നു. ആ സമയത്ത് തന്നെ എടുത്താണ് മഴ പെയ്യുന്നു മുതൽ കൂട്ടുന്നു വെപ്പ് മീശ വെച്ചിട്ടായിരുന്നു. അല്ല ഈ TP ബാലഗോപാലൻ അതിൽ വെപ്പ് മീശ ഈ ടൈമിലാണ് അത് വന്നുള്ളൂ. നിന്നിഷ്ടം നമുക്ക് നേരെ ഇനി നിന്നിഷ്ടമിന്നിഷ്ടത്തിലേക്ക് പോവാം. പ്രിയദർശന്റെ തിരക്കഥയും ആലപ്പി അഷ്റഫാണ് അതിന്റെ സംവിധാനം. അതിന്റെ വിജയത്തിന് ആ പാട്ട് അല്ലേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് ഗാനരചന, കണ്ണൂരാജനാണ് മ്യൂസിക്. അത് ഉറപ്പാണ്. ഗംഭീര പാട്ടല്ലേ. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ മിഴിച്ചെപ്പിൽ വിരഹ കഥന കടൽ ഹൃദയമുരളിയിൽ. ആ പാട്ടെന്ന് ഞാൻ സിനിമയുടെ വിജയത്തിന് ഭയങ്കര ഫാക്ടറായിരുന്നു. അതെ 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 അതെ. പ്രത്യേകിച്ച് അതിന്റെ നായിക കണ്ണു കാണാത്ത ഗായിക. അതെ അതെ അതെ. അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ടാണ് പിന്നെ വിജയുടെ ഇത് തന്നെ ചാർലി ചാപ്ലിന്റെ ഒരു സിനിമ അടിച്ചു മാറ്റിയതാണ്. ഇതിന്റെ ഒരു പോർഷൻ എടുത്തിട്ടാണ് ഇത് തുള്ളാതെ മനവും തുള്ളു. രണ്ടും ഇങ്ങനെയാണ്. അതിൽ നായികയ്ക്ക് കണ്ണു കണ്ടു കാണാൻ അവസാനം തിരിച്ചറിയുന്നു. സിമ്രനല്ലേ കോപ്പിയാണെന്ന് തോന്നുന്നു. എക്സാക്ട് കോപ്പിയാണോ അതോ? ഇല്ല, എക്സാക്ട് കോപ്പി ഒന്നുമില്ല. ഇത് നിന്നിഷ്ടം തന്നെ ചാർലി ചാപ്ലിന്റെ ഇതൊരു സിനിമ പൊക്കിയിട്ടുള്ളതാണ്. അതിനെ പൊക്കിക്കൊണ്ട് മറ്റും 86 നമുക്ക് ഇത് തന്നെ ഈ കണ്ടുകൊണ്ടിരുന്നു പറഞ്ഞില്ല നമ്മള്. ഇത് നീ എറിഞ്ഞോ മേലെ മനത്ത് മാളാരവിന്ദനായിട്ട് പാടിയ ഇതേ മാളാരവിന്ദനും ലാലേട്ടനും കൂടി ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയില് പാടി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നണി യേശുദാസും ആൻഡവും കൂടിയാണ് പാടിയിട്ടുള്ളത്. ഭൂമി കറങ്ങുന്നുണ്ടോടാ അങ്ങനെ ഒരു പാട്ട്. അതൊരു കോമഡി. പിന്നെ നമ്മുടെ ആദ്യമായിട്ട് നടൻ സുകുമാരൻ പ്രൊഡ്യൂസ് ചെയ്ത പടയണി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് 86 പടയണി. അതിൽ പാട്ട് കേട്ടൊന്നും എനിക്കറിയില്ല. ഹൃദയം ഒരു വല്ലകി കേട്ടിട്ടുണ്ട്. ഉഗ്രം പാട്ടാണ്. AT ഉമറാണത്. എന്നും ഓമനിക്കാൻ ഒന്ന് ട്രൈ ചെയ്തു. പാടും പല്ലവി ഏറ്റുപാടും പല്ലവി ഹൃദയം ഒരു വല്ലകി. അടുത്ത വാക്കാരി എനിക്ക് കിട്ടും. അത് AT ഉമറാണ്. എനിക്ക് ബിച്ചു ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ബിച്ചു ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ദ്രരാജ് പ്രൊഡക്ഷൻസ്, അതായത് ഇന്ദ്രജിത്തും ഇന്ദ്രരാജ് പ്രൊഡക്ഷൻസ് ആണ് ആ കമ്പനി. അതിൽ മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, ദേവൻ, ഇവർ 3 പേര് വരുന്നു. ഈ പാട്ടിനകത്ത് മമ്മൂക്കയാണെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഈ പാട്ടില് പഴയൊരു സോപ്പുംപെട്ടി സിനിമ, ഇത് ഹിന്ദി സിനിമയുടെ ഒരു പാറ്റേൺ പിടിച്ചിട്ടുള്ളതാണ്. ചെറുപ്പത്തിലെ അടുപ്പമുള്ളവർ പിരിഞ്ഞു പോയിട്ട് ഒരു പാട്ട് വെച്ചിട്ട് വീണ്ടും വലുതായിട്ട് കണ്ടുമുട്ടുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടാണ് ഇതിൻ്റെ ആ ഒരു ബേസ്. ഈ പാട്ടാണ്. അപ്പോൾ ഇവരെവിടെ വെച്ച് ഈ പാട്ട് പാടുമ്പോൾ ലാലേട്ടൻ പാടുന്നു, മമ്മൂക്ക പാടുന്നു, ദേവൻ പാടുന്നു, അങ്ങനെ വന്നിട്ട് 3 പേരും കൂടി ആ ഒരു സോപ്പും പെട്ടി കഥ എന്ന് പറയും ആ ഒരു കാലഘട്ടത്തിൽ. അതാണ് ഇതുണ്ട്. പക്ഷെ നല്ല പാട്ടത്. അല്ല, നല്ല പാട്ടാണ്. എനിക്ക് വിഷ്വൽസ് ഓർമ്മയില്ല. പിന്നെ നേരം പുലരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു പാട്ട് സിനിമയുണ്ട്. അതിൽ പുള്ളി ഇല്ല. എൻ്റെ മൺവീണയിൽ അതിലാണോ? അത് നേരം പുലരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് സിനിമ. ലാലേട്ടൻ ഉണ്ട് ആ സിനിമയിൽ. ചെറിയ കഥാപാത്രമാണ്. ജോൺസൺ. കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. ലാലേട്ടൻ ഇല്ലെങ്കിലും ലാലേട്ടൻ അഭിനയിച്ചൊരു സിനിമയിലെ ഒരു ഗംഭീര പാട്ടുള്ളത് പറഞ്ഞു മറന്നൊരു പാട്ടിലെത്തേൻ കണം പാറിപ്പറന്നു വന്നു. ഇനി 86 നമുക്ക് ഇപ്പോൾ ലാലേട്ടൻ്റെ നമ്മൾ രാജാവിൻ്റെ മകനും കാന്തനേറും നമുക്ക് വർക്കം മുന്തിരിത്തോപ്പുകൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ വാർത്ത അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സുമോദേവി പരാമർശിച്ച് പോയിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 86 ഏറ്റവും വിജയം നേടിയ സിനിമ, അല്ലെങ്കിൽ ലാലേട്ടൻ എങ്ങനെ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായത് ഏത് സിനിമയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കട്ട ലാലേട്ടൻ ഫാൻ ആവുന്നത്. അതിനുമുമ്പ് ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ താളവട്ടം കണ്ടതോട് കൂടി ആ ഇഷ്ടം അങ്ങേയറ്റെത്തി. ആ ഇഷ്ടം ഇപ്പോഴും ഇപ്പോൾ തുടരും. സിനിമ കൊണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതായത് 39 വർഷമായിട്ട് ലാലേട്ടുള്ള ആ ഇഷ്ടം താളവട്ടത്തിൽ തുടങ്ങിയ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഇറങ്ങിയത്, ആ സിനിമ കൊടുങ്ങല്ലൂർ ഇറങ്ങിയത് ഒരു 3 ആഴ്ച 4 ആഴ്ച ഗ്യാപ്പ് ഇട്ടിലാണ്. ഒക്ടോബർ 10 റിലീസ്. 86 ഒക്ടോബർ 10 നവംബർ ഫസ്റ്റ് വീക്കിലാണ് കൊടുങ്ങല്ലൂർ വന്ന് അന്ന് ക്ലാസ്സിൽ പോയില്ല. അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്ലാസ്സിൽ പോയില്ല. നേരെ
തിയേറ്ററിലാണ്. വീട്ടിൽ അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ തിയേറ്ററിലേക്കാണ് പോയത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇന്ന് സങ്കല്പിക്കാൻ പറ്റില്ല ക്ലാസ് ചെയ്ത് അല്ലെങ്കിൽ വീട്ടിൽ പോകില്ലാന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് പോകുന്നത്. പക്ഷേ എനിക്കും ഇക്കയ്ക്കും ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, പ്രിവിലേജ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ശരിക്കും വെള്ളി, ശനി, ഞായർ കൊടുങ്ങല്ലൂർ റിലീസ് സെൻ്റർ ആയതുകൊണ്ട് ഞങ്ങളത് മിക്ക ദിവസവും ഞങ്ങൾ മിക്ക ഈ ആഴ്ചകളിൽ ഈ 3 ദിവസം ഞങ്ങൾ സിനിമയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ താളവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിലാണ് കേരളത്തിലെ കൊച്ചു കുട്ടികൾ മുതൽ അന്നത്തെ യുവാക്കൾ അല്ലെങ്കിൽ അന്നത്തെ യുവതികൾ അല്ലെങ്കിൽ അന്ന് പ്രായമായവർ വരെ, അതായത് ചെറിയ 10 വയസ്സ് മുതൽ അല്ലെങ്കിൽ 5 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ 80 വയസ്സ് വരെയുള്ളവരും ഒരേ രീതിയിൽ ലാലേട്ടൻ ഫാനായി മാറിയത് അത് താളവട്ടം എന്ന സിനിമയിലാണ്. കാരണം താളവട്ടം പറയുകയാണെങ്കിൽ നമ്മൾ അന്ന് വരെ കണ്ട് ശീലിച്ചൊരു നായകനല്ല നമുക്ക് കിട്ടിയത്. അന്ന് വരെ നമുക്ക് കണ്ട് ശീലിച്ചതെന്ന് പറഞ്ഞാൽ കോമഡി ചെയ്യാൻ നായകനില്ല. കോമഡി അതിൻ്റെ ഇപ്പോൾ നസീർ കാലഘട്ടത്തിലായാലും അടൂർ ബാസിം ബഹദൂർ ട്രാക്ക് വേറെ ചാനൽ പോകും, വേറെ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കും, ഒരു കോമഡി ട്രാക്ക് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടും സീരിയസ് ആയിട്ട് വേറെ അത് കഴിഞ്ഞിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഏത് നായകന്മാരാരും കോമഡി ചെയ്യില്ലായിരുന്നു. അത് പതുക്കെ ഈ പ്രിയദർശനം എന്നുകൂടി ലാലേട്ടൻ പതുക്കെ ചെയ്തു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനിലൂടെയാണ് മലയാള സിനിമയിൽ ഒരു ഹീറോ കോമഡി ചെയ്തു തുടങ്ങിയത്. പക്ഷേ ഈ ഹീറോ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, രാജാവിൻ്റെ മകൻ പോലത്തെ ഒരു ആക്ഷൻ റോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ട് പോലത്തെ ഒരു സിനിമ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കിരീടം ചെയ്യുന്നത്, അല്ലെങ്കിൽ പാദമുദ്ര ചെയ്യുന്നതെല്ലാം. അപ്പോൾ താളവട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ അത്രമാത്രം പ്രത്യേകതയുള്ളൊരു സിനിമ, അത്രമാത്രം ചിരിപ്പിച്ചിട്ട് അവസാനം നമ്മളെ രണ്ടും ചെയ്യിപ്പിച്ച ഒരു സിനിമയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ ലാൽ സ്റ്റൈൽ, അല്ലെങ്കിൽ ലാലിസം, അതായത് തോള് ചെരിഞ്ഞ് തലകുത്തി മറിഞ്ഞ് കുസൃതി കാണിച്ച് അങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുന്ന ഒരു ലാലേട്ടൻ. ആ ഒരു ലാലിസം അതിൻ്റെ പൂർണ്ണമായ അളവിൽ ആദ്യമായിട്ട് അടയാളപ്പെടുത്തിയത്, ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് താളവട്ടത്തിലൂടെയാണെന്നാണ് ഞാൻ പറയുള്ളൂ. അതാണ് പിന്നീട് നമ്മൾ വീണ്ടും കുറേ സിനിമകളിൽ, പ്രിയദർശൻ്റെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ കുസൃതി നിറഞ്ഞ ലാലേട്ടൻ. അത് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഭംഗിയോടും കൂടി ആദ്യമായിട്ട് അടയാളപ്പെടുത്തിയത് താളവട്ടമാണ്. അപ്പം അതിൽ 2-3 പാട്ടുകളെല്ലാം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ ആകാശം താഴുന്നു. അല്ല, പിന്നെ ഒരു പാട്ട് പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പൊൽകും നിൻ നാദം നൽകൂ ദൂരം പേരി. പിന്നെ വേറെ പാട്ട് എം.ജി. ശ്രീകുമാറിന് ബ്രേക്ക് കിട്ടിയ പാട്ടാണ് പൊൻവീണ. കൂട്ടിൽ നിന്നും യേശുദാസ് പാടിയ പാട്ടാണ്. കൂട്ടിൽ നിന്നും ഭയങ്കര രസമായിരുന്നില്ല ആ പാട്ട്. തുടക്കം തന്നെ ഭയങ്കര രസമാണ്. ഒരു കുയിലിൻ്റെ ഇതിന് ശബ്ദം പുള്ളി തിരിച്ചു കൂവി, അത് കഴിഞ്ഞിട്ട് കുയിൽ വീണ്ടും കൂവി, അങ്ങനെ കുറച്ച് കൂവി കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ കൂവൽ നിൽക്കുമ്പോൾ പുള്ളിക്ക് ദേഷ്യം വരുന്നു. ആ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു കഥാപാത്രമാണല്ലോ. ആ ദേഷ്യം വരുന്നതോടുകൂടി കാർത്തിക ചെറുതായിട്ടൊന്ന് കൂവി കൊടുക്കുമ്പോഴാണ് ആ ഒരു പെട്ടെന്ന് ഫേസ് മാറുന്നു, സന്തോഷം വരുന്നു, പിന്നെ ചാടി മറിഞ്ഞു ഓടുന്നു, അങ്ങനെ ഈ പാട്ട് തുടങ്ങുന്നു. പൊൻവീണ കഴിഞ്ഞിട്ട് അല്ലാതെ ഒരു കളവും ചാർത്തും കനകക്കുന്നിൽ നീളും ആലോലം കിളികൾ, അത് എം ജി ശ്രീകുമാർ പാടിയതാണ്. ഇതിൽ ഒരു പാട്ട് ചിത്രീകരിച്ചിട്ടില്ല, അതിൻ്റെ വരികൾ എനിക്ക് തുടക്കം ഓർമ്മയില്ല. ഇതിൻ്റെ പൂച്ചൽ ഖാദറും രഘുകുമാറാണ്. പക്ഷേ കൂട്ടിൽ നിന്നും മേട്ടി വന്ന പാട്ട് പറയപ്പെടുന്നത് രാജാമണി ചെയ്തതാണ്. പുള്ളിയായിരുന്നു അസിസ്റ്റന്റ് ഈ രഘുകുമാറിൻ്റെ. പക്ഷേ പുള്ളി ചെയ്ത പാട്ടാണെന്നാണ് പറയുന്നത് രാജാമണി. അപ്പോൾ താളവട്ടം 86-ലെ പുള്ളിയുടെ ഏറ്റവും നന്നായിട്ട് പുള്ളി ഏറ്റവും വലിയ ഹിറ്റ് സിനിമയും അത് തന്നെയായിരുന്നു. ഞാൻ ഈ അവസാനം സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് കാണുമ്പോൾ കാണാത്ത ഒരു സിനിമകളിലൊന്നാണ് താളവട്ടം. അവസാനം നമുക്ക് താളവട്ടവും. ആ കാലഘട്ടത്തിൽ ഞാൻ 2-3 വട്ടം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് താളവട്ടം സിനിമ. അവസാനം ഈ സാഡായതുകൊണ്ട് കൊടുങ്ങല്ലൂർ ശ്രീകാളേശ്വരിയിൽ നിന്ന് 2 വട്ടം, പിന്നെ ഇരിഞ്ഞാലക്കുട പ്രഭാത് എന്ന് പറഞ്ഞിട്ട് തിയേറ്ററുണ്ട്, അവിടെ നിന്ന് 1 വട്ടം. അപ്പോൾ നമുക്ക് 86-ൽ ഇനി പല പാട്ടുകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. നമ്മളെല്ലാ പാട്ടും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരില്ല. ജനുവരി ഒരു ഓർമ്മ 87-ലെ ആദ്യത്തെ സിനിമയാണ്. ആ പേരിൽ പറഞ്ഞ പോലെ തന്നെ ജനുവരിയിലാണ് ആ സിനിമ റിലീസായിട്ടുള്ളത്. പൂക്കെയ്ത പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്ന മുന്തിങ്കളും അങ്ങനെ നല്ല ഗംഭീര പാട്ടാണ്. ഷിബു ചക്രവർത്തിയാണ് അതിൻ്റെ. ആദ്യമായിട്ട് ഷിബു ചക്രവർത്തി വരെയാണെന്ന് തോന്നുന്നല്ലേ? നമ്മൾ ഇത്ര നേരം പറഞ്ഞാൽ ഷിബു ചക്രവർത്തി ചിലപ്പോൾ വന്ന് പോയിട്ടുണ്ടാകാം, നമ്മൾ ചിലപ്പോൾ പരാമർശിച്ച് കാണില്ല. ഔസേപ്പച്ചൻ അവരാണ്. പിന്നെ ആ കൊല്ലം രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ
അമൃതംഗമയ പാട്ടുകളില്ല. പിന്നത്തെ സിനിമ വിഷുവിന് വരുന്ന അടിമകൾ ഉടമകൾ, അതിലും പാട്ടുകളില്ല. ഏത് ഐവിശേഷി ടി ദാമോദരൻ, അതിലും പാട്ടുകളില്ല. പിന്നെ വരുന്നത് മെയ് മാസത്തിൽ 87 ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിലൊന്നാണ് 20-ാം നൂറ്റാണ്ട്. അതിൽ അമ്പരപ്പൂ വീതിയിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അമ്പരപ്പൂ വീതിയിൽ അങ്ങനെ എന്തോ ഒരു പാട്ട്, നല്ല പാട്ടാണ്. ചുനക്കര രാമൻകുട്ടി ശ്യാമ, അതാണ്. പിന്നെ 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭൂമിയിലെ രാജകമ്പര തമ്പികണത്താനത്തിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ജൂലൈ ഫസ്റ്റ് വീക്കിൽ വീണ്ടും എൻ്റെ നാട്ടുകാരൻ്റെ സിനിമ, കമലിൻ്റെ സിനിമ ഉണ്ണികൾ. ആദ്യത്തെ സിനിമ പരാജയപ്പെട്ടിട്ട് പോലും കമലിനോട് എനിക്ക് തോന്നുന്നത് ലാലേട്ടന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട്. കാരണം ഫസ്റ്റ് സിനിമ പരാജയപ്പെട്ടിട്ട് പോലും അത്രയും പീക്ക് ടൈമിൽ, സ്റ്റാറായി നിൽക്കുന്ന ടൈമിൽ കമലിന് വീണ്ടും ഡേറ്റ് കൊടുക്കണം, അതും സ്വന്തം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതിനുമുമ്പ് ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെഞ്ചുറി കൊച്ചുമോൻ്റെ കൂടെ അടിവേരുകൾ എന്ന് പറഞ്ഞിട്ട് 86 ഒരു സിനിമ പിടിച്ചിരുന്നു. ഈ ആനയുടെ കാടും ആനയും പശ്ചാത്തലത്തിൽ അടിവേരുകൾ എന്ന സിനിമ. അതിൽ ഹിറ്റ് പാട്ടും അത്ര വലിയ ഹിറ്റ് പാട്ടൊന്നും ഇല്ല അതിൽ. ഓക്കെ, ഒന്ന് കാർത്തിക ഒരു പാട്ടുണ്ട്, ഒരു ആദിവാസി പാട്ടുണ്ട് അതിൽ. പക്ഷെ ഈ പറയത്തക്ക ഭയങ്കര ഹിറ്റ് റോഡിൽ ആന ഒരു സീനൊക്കെ ക്ലൈമാക്സ്. അതെ അതെ, റോഡിൽ പിന്നെ ജനക്കൂട്ടമൊക്കെ വന്നു. അതെ അതെ, അത് 86 ക്രിസ്മസിന് ഇറങ്ങിയ സിനിമയെന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ തന്നെ 87 താലപ്പൊലി ഓർമ്മ, എൻ്റെ കൊടുങ്ങല്ലൂർ താലപ്പൊലി ഓർമ്മയിൽ ഞാൻ കൊടുങ്ങല്ലൂർ മുകളിൽ നിന്ന് കണ്ട ഒരു ഓർമ്മ എനിക്കുള്ളത് ആ സിനിമ. കാർത്തിക മോഹൻലാൽ കൊണ്ട് ആദ്യം ഒരു ഉടക്കിലാണ് അല്ലേ, പിന്നീട് അത് മാറി. അപ്പോൾ നമ്മളിപ്പോൾ ഈ സിനിമ നേരെ പോകുന്നത് ഇപ്പോൾ 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഉണ്ണികൾ ഒരു കഥ പറയാം. അപ്പോൾ കമലിൻ്റെ സിനിമയാണ്, കമലിൻ്റെ 2ാമത്തെ സിനിമയാണ്. ഫസ്റ്റ് സിനിമ മെഴുതിർ പൂവുകൾ അമ്പേ പരാജയമായിരുന്നു. പക്ഷേ കമലിനോട് എന്തോ പ്രത്യേക താല്പര്യം ഉള്ളത് കൊണ്ടായിരിക്കാം വീണ്ടും ആ ഒരു പീക്ക് ടൈമിൽ ഡേറ്റ് കൊടുത്തു, ഒപ്പം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അതാണ് നമ്മൾ അതിഗംഭീര പാട്ടുകളുള്ള സിനിമ ബിച്ചു തിരുമല ഔസേപ്പച്ചൻ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിളർന്നോ പണ്ടിളം മൂളം കൂട്ടിൽ. ആ സിനിമയുടെ പേര് എനിക്കൊന്ന് ഈ പാട്ടിൽ നിന്നാണ് സിനിമ പേര് വന്നത്, അറിയില്ല എങ്ങനെയാണ്. ഉണ്ണികളെ ഒരു കഥ പറയാം. പക്ഷെ ഒരു 3 സ്ഥലത്ത് ഈ പാട്ട് ഒരു ഒരു സാഡ് മൂഡ് വരുന്നുണ്ട്, ടൈറ്റിലിൽ വരുന്നുണ്ട്. പിന്നെ അതിൽ വേറെ 2 പാട്ടുകളോട് പുഞ്ചിരിയുടെ പൂവിടികളിലുണ്ടൊരു രാഗം ആടുമയില്, അങ്ങനൊരു പാട്ടുണ്ട്. അതിൻ്റെ അനുപല്ലവി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. കാലുച്ച കാതോർക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടിൻ്റെ ചിത്രീകരണം. അതെ, ഒരു ചുറ്റും ഒരു ചെറിയൊരു മരത്തിൻ്റെ ചുറ്റും കാർത്തികയും ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട്, കാർത്തികയും ലാലേട്ടനും. ഇത് തന്നെ പുള്ളി അന്ത്യവെയിലിൽ എടുത്തിട്ടുണ്ട് കമൽ, ഈ ഒരു ഫ്രെയിം തന്നെ. പിന്നെ അതിൽ വേറൊരു പാട്ടും കൂടിയുണ്ട്, ഉണ്ണികളെ ഒരു കഥ പറയാം. വാഴപ്പൂങ്കിളികൾ ഒരു പിടി നാരുകൊണ്ട് പനയോലകൾ. ആ സന്ദർഭത്തിനായിട്ട് ഭയങ്കരമായിട്ട് ഒത്തുപോകുന്നൊരു പാട്ടാണ്. അതായത് അവരെ ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ആണ് ആ കിളികളായിട്ട് ഉപമിച്ചിട്ട് ഒരു പാട്ട്. ബിച്ചു തിരുമലയുടെ അതിമനോഹരമായുള്ള രചനയാണത്. അതൊരു വീടെല്ലാം കിട്ടുന്ന ഒരു അതാണ് ദാസേട്ടന് 87 മികച്ച ഗായനുള്ള നാഷണൽ അവാർഡ് കിട്ടിയത്. ഏത് ഉണ്ണികൾ ഒരു കഥ പറയാം. ഇപ്പോൾ നമുക്ക് ഉണ്ണികളിൽ നിന്ന് നമുക്ക് നേരെ ചാടാം. എവിടേക്ക്? നമുക്ക് തൃശ്ശൂർ പോവാം. തൂവാനത്തുമ്പികൾ നമുക്ക് മണ്ണാർത്തുടി ജംഗ്ഷനിലേക്ക് പോവാം. അതെ, തൂവാനത്തുമ്പി 2 പാട്ടുള്ളത്, രണ്ട് പാട്ടുള്ളത്. പക്ഷെ രണ്ടും അധികം പാട്ടാണ്. അത് ഈ പത്മരാജന്റെ സിനിമകളിലെല്ലാം ഒരു ജൂലൈ 87 ജൂലൈ, ഇത് ജൂലൈ ആദ്യം ഇറങ്ങിയത്, ഇത് ജൂലൈ ലാസ്റ്റ് ഒരു ചെറിയ പെരുന്നാളോട് കൂടി ഇറങ്ങിയായിട്ടാണ് എൻ്റെ ഓർമ്മയുള്ളത്. അല്ല, ഈ ഡയറക്ടർ മ്യൂസിക്കായിട്ട് എന്തോ ഒരു എല്ലാ സിനിമകളിലും പാട്ട് ഒരു എന്തോ ഒരു വേറെ ലെവലിലോട്ട് പോകുന്ന ഡയറക്ടറിനാണ് ഈ പത്മരാജൻ. അപ്പോൾ അതിൽ 2 പാട്ടുകൾ നമുക്കൊന്ന്. തൂവാനത്തുമ്പികൾ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ, പാടുവതും രാഗം നീ തേടുവതും രാഗമായി ദേവനു മനോരാഗിയാം അമ്പലപ്രാവേ. ഗംഭീര പാട്ടല്ലേ അത്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ്, ശ്രീകുമാരൻ തമ്പിയാണ് വരികൾ. മറ്റേ പാട്ട് മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. അതും ഓർക്കസ്ട്രേഷൻ ഭയങ്കര
വയലിൻ എന്തൊക്കെയോ ഭയങ്കര രസമാണ്. അതെ അതെ. അതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ് സംഗീതമെങ്കിലും അതിൻ്റെ BGM ജോൺസൺ മാസ്റ്റർ. അത് ഭയങ്കര തൂവാന് നമുക്ക് ഓർക്കം മുതിർത്തപ്പുകൾ കൊണ്ടുപോകുന്ന പോലെ പോകുന്നു. അതിൻ്റെ BGM തന്നെ എല്ലാം BGM ഓരോ പാട്ട് പോലെ ഹിറ്റാണ്. പിന്നെ ഈ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച ഗ്യാപ്പിൽ ഇറങ്ങിയാണ് JC സംവിധാനം ചെയ്ത അപ്പു എന്നും പറഞ്ഞിട്ട്. അപ്പു അല്ല, ഇവിടെ എല്ലാവർക്കും സുഖം. അപ്പു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അതാണ് അപ്പു എന്ന് ആദ്യം കയറി വന്നത്. ഇവിടെ എല്ലാവർക്കും സുഖം. ശ്രുതി ആ കാലഘട്ടത്തിൽ ലാലേട്ടൻ ചെയ്യാൻ പാടില്ലാത്ത ലാലേട്ടൻ്റെ ആ ഒരു 87 ഒരു ഉഗ്രൻ സിനിമകളുടെ ഇടയിൽ ഒരു മോശം സിനിമയായിരുന്നു ഈ അപ്പു അല്ല, ഇവിടെ എല്ലാവർക്കും സുഖം. കഥാപാത്രൻ്റെ പേരാണ് അപ്പു. ഇല്ല, പാട്ട് അത്ര വലിയ കാര്യമൊന്നുമില്ല. പാട്ട് അതുകൊണ്ടായിരിക്കും സിനിമ മോശം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഓണത്തിന് തമ്പി കണ്ണന്താനം വീണ്ടും വന്നു. വഴിയോര കാഴ്ചകൾ പാൽക്കുടം ഏന്തി SP വെങ്കടേഷ്, യെരൂശലേം വീതിയിൽ ഉണ്ണിമേനോൻ. അതെ, SP ആണ്. അതല്ല, എനിക്ക് ഓർമ്മയുണ്ട് ആ പാട്ടുകളൊക്കെ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രിയദർശൻ്റെ സിനിമയിലേക്ക് പോകാം. പ്രിയദർശൻ്റെ സിനിമയിൽ ഏറ്റവും കുറവ് പാട്ടുകളുള്ള ഒരു സിനിമയാണ് ചെപ്പ്. ഒന്ന് മാരിവില്ലിൻ ചിറകോടെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ചെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് 87 നവംബറിൽ ഇറങ്ങിയ നാടോടിക്കാറ്റ് ദാസനും വിജയൻ. നമ്മുടെ ഏറ്റവും എന്താ പറയുക, മലയാളികളുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന 2 കഥാപാത്രങ്ങൾ ദാസനും വിജയനും. ഇപ്പോഴും നമ്മൾ ട്രോളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 2 കഥാപാത്രങ്ങൾ ഇതാണ്. അല്ലെങ്കിൽ ഡയലോഗ്സ്, ആ സിനിമയിലെ ഏത് ഡയലോഗ്സ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ജോലി പോയി നോക്ക്, നമുക്ക് പറയുന്നില്ല ഈ തല്ലിപ്പൊളി കമ്പനിയിൽ ജോലി നമുക്ക് വേണ്ട, അതൊക്കെ ആ സിനിമയിലുള്ളതാണ്. പിന്നെ വേറൊരു ഡയലോഗ് ഉണ്ടല്ലോ, നമുക്ക് ജീവിക്കാൻ വേണ്ടി പോലീസുകാരാകുമ്പോൾ വരെ ഞങ്ങൾ എന്താ നേരത്തെ തോന്നുന്നത്, ഈ ബുദ്ധി അത് നമ്മളിപ്പോഴും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ദാസ എന്തുകൊണ്ട് നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ല. എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ. അതുപോലെ ഒരുപാടുണ്ട് ആ സിനിമയിലെ ഒരു. അതുപോലെ തിലകൻ്റെ ഇത് വെച്ചിട്ട് നമ്മുടെ സ്റ്റിക്കേഴ്സ് വരുന്നത് എങ്ങനെയാണ്, എവിടെ എന്നുള്ളത് മറ്റേ അനന്തൻ നമ്പ്യാർ. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ നതര കാന്തിയോ ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. അതിലെ വിഷ്വൽസ് ഒക്കെ മറ്റേ ചായ വാങ്ങിക്കുന്നതും ഭയങ്കര രസമായിരുന്നു. ഇപ്പോഴും അത് റീൽസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇതും കൂടിയാണ്. ആ സവാള വട കഴിക്കുന്നതും ചായ കുടിക്കുന്നതും ആ ചെന്നൈ മദ്രാസ്, അന്നത്തെ മദ്രാസ്, ആ തെരുവിലൂടെ ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോകുന്നതും. സത്യനിധികാരൻ്റെ സിനിമകളിൽ ഒരു രസമുണ്ട്, കൂടുതലും നായകനും നായികയും പാടി അഭിനയിക്കില്ല. സിറ്റുവേഷൻ ഭയങ്കര. അതുപോലെ അവരുടെ പ്രണയത്തിനും ഭയങ്കര തീവ്രത ഉണ്ടാവും. ഭൂരിഭാഗവും സത്യനിധികാരൻ്റെ നായകനും നായികയും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, പ്രണയം പറയില്ല, പറയാതെ പറഞ്ഞ പ്രണയമാണ് കൂടുതൽ പറയുന്നത്. ഇപ്പം ഈ സിനിമയിലായാലും ഈ പാട്ട് തുടങ്ങുന്നത് ഇവർ തമ്മിലുള്ള ഒരു പറയാതെ പറഞ്ഞ പ്രണയം പറഞ്ഞുകൊണ്ടാണ്. ചോദിക്കാനും പറയാനും, അതായത് മീൻ കൊണ്ടുവച്ചിട്ട് നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കണം, ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കിലും രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യണം എനിക്ക് ഇഷ്ടമാണ്, മറ്റേയാളും പറയണം എനിക്ക് ഇഷ്ടമാണ്, രണ്ടുപേരും. എന്നിട്ട് അവിടെ നിന്നാണ് ഈ പാട്ട് തുടങ്ങുന്നത്. അതുപോലെ അതിലൊരു വേറൊരു പാട്ടും കൂടി ഉണ്ട്, കരകാണ കടലമേലെ മോഹപ്പൂങ്കുരുവി പറന്നേ അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തെന്നലീണം പാടിവാ. അതവരാദ്യം വരുന്ന ആരാണ് സംഗീതം എന്നറിയോ? അതിന്റെ മ്യൂസിക് ശ്യാമാണ്, യൂസഫ് അലി കച്ചേരി. അതെ.